എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാരുടെ ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Two of Pentacles, Tower moment, Ace of Swords, Sun card, next വന്നിട്ട് King of Swords, and last Four of Cups energy connections. Okay, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വരുന്ന ജനുവരി മാസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ സമയമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ചിന്തിച്ച ചില കാര്യങ്ങൾക്ക് തറക്കല്ലിടാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ നേടാൻ പറ്റുന്നു എന്നൊക്കെ പറയാവുന്നൊരു സമയം എന്ന് പറയാം. ലൈഫിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം ജീവിതത്തിൽ വരികയാണ്. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തമായിട്ടൊരു ജോലിയോ ബിസിനസ്സോ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളൊരു ആഗ്രഹം എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ് പെട്ടെന്ന് വിവാഹം, അതിനുശേഷം കുട്ടികൾ, അതുകൊണ്ട് ജോലി എന്നുള്ളൊരു കാര്യം സ്വന്തം കാലിൽ നിൽക്കാൻ ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വലുതായ അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം വരികയാണ്. നിങ്ങൾ ഫൈനലി സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം, ഈ ഒരു മാസം വർഷങ്ങൾക്ക് ശേഷം വളരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന കാര്യമായിരിക്കാം. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല എന്ന് നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വയം വളരെ, കാരണം മറ്റുള്ളവർക്ക് അത് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്തവർക്കോ ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളൊരു ഇതിലേക്ക് കടക്കുകയും അത് ഒത്തിരി വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം ആ ഒരു ചോയ്സ് കിട്ടുകയും ചെയ്യുന്ന സാധ്യതയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് കയറുന്നതോ എന്ന് മാത്രമല്ല, അതിൻ്റെ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ട്, ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം വളരെ ഗംഭീരമായിട്ട് പോകുമ്പോൾ ആ ഒരു തുടക്കം കാണുമ്പോൾ തന്നെ അറിയാതെ സക്സസ്ഫുൾ ആകുമെന്നുള്ളത്. അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങളുടെ ആത്മാർത്ഥത, അതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ, ജോലിയോടുള്ളതോ പാഷൻ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ തൃപ്തി തരുന്ന കാര്യമാണ്. സർക്കാർ ജോലിയിലേക്ക് കയറുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് എങ്കിൽ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ടവർ മൂവ്മെൻ്റാണ്. മറ്റൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ജോലിയിലുള്ള ഒരാളാണ്, പക്ഷെ ആ ഒരു ജോലി അതല്ല നിങ്ങളുടെ പാഷൻ, ആ ഒരു ജോലിയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, എന്നിരുന്നാലും നിങ്ങൾ അതിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഫൈനലി നിങ്ങൾ ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോലെ വീണ്ടും ഒരു പുനർസൃഷ്ടി സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഉള്ള ജോലി, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് കടക്കുന്നതാവാം. അപ്പോൾ ജോലി മാറുന്നത് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഏത് ഫീൽഡിലാണുള്ളത് ആ ഫീൽഡ് തന്നെ മാറി പുതിയൊരു ഫീൽഡിലേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. ഇത് ചില ആളുകളെ സംബന്ധിച്ച് ലിറ്ററലി ഒരു റീകൺസ്ട്രക്ഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, വീട് പണിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീട് പണി ചെയ്ത് പൂർത്തിയാക്കി എന്തോ വീണ്ടും ചെറിയ അറ്റകുറ്റപ്പണികളോടുകൂടി വീണ്ടും കൂടുതലായിട്ട് അതിലെന്തോ മാറ്റം വരുത്തി പണിയേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതെ മറ്റു ചിലരെ സംബന്ധിച്ച് ഓൾറെഡി നിങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന വീട്ടിൽ എന്തോ സാഹചര്യവശാൽ മാറ്റങ്ങൾ വരുത്തി റീബിൽഡിങ് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എടുക്കാതെ, പ്രത്യേകിച്ച് പുതിയ വീടാണെങ്കിൽ ഒരു തരത്തിൽ കാര്യമായിട്ട് എടുക്കാതെ മുന്നോട്ടേക്ക് പോകാതിരിക്കുക. കാരണം ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. മറിച്ച് നിങ്ങൾ അതുമായിട്ടത് മുഖവിലയ്ക്ക് എടുക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് ചെല്ലുമ്പോൾ മുഴുവനായിട്ട് മാറ്റിപ്പണിയേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ അതായത് നിങ്ങൾക്കൊരു അവസരമാണ് വരുന്നത് വീണ്ടും നിങ്ങളുടെ ജീവിതം റീബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അത് പലരെയും സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം.
അതിൽ വീണ്ടും പുനർസൃഷ്ടിക്കേണ്ടി വരുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. ഇപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യങ്ങളോ സാമ്പത്തികമായിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാം. ഫ്യൂച്ചറിലേക്ക് വന്നാൽ അത് വീണ്ടും മൊത്തത്തിൽ അഴിച്ചുപണി എന്നുള്ള സിറ്റുവേഷൻ ആവാം. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ സോഴ്സ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒത്തിരി സാധ്യതകൾ നൽകുന്ന സമയമാണ്. സ്കോളർഷിപ്പ് മത്സര പരീക്ഷകളിലൊക്കെ എഴുതുന്നവർക്ക് വളരെ നല്ല സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ളൊരു സമയമാണ്. ഇപ്പോൾ സ്പോർട്സ്, ആർട്സ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിലൊക്കെ ഫ്യൂച്ചറിലേക്ക് രാജ്യാന്തര തലത്തിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയം. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന തലത്തിലോ ആ തരത്തിലുള്ള ഇതിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ആർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതുപോലുള്ള മത്സരങ്ങളിൽ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ വിജയിക്കാനുള്ള സാധ്യത. അതേപോലെ കലാസാഹിത്യ മേഖലകളിൽ സ്കൂൾ, കോളേജ് തലത്തിലല്ലാതെ ഇപ്പോൾ നോവലുകൾ, പുസ്തകങ്ങൾ, കവിത അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അവാർഡുകൾ, സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലുള്ള വലിയ വലിയ അവാർഡുകൾക്ക് സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സമയത്ത് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള കഥകളോ കവിതകളോ എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പുസ്തകത്തിന് അവാർഡ് കാര്യങ്ങളിൽ ഈ ഒരു മാസം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കലാപരമായിട്ട് സാഹിത്യം, സ്പോർട്സ് ഈ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഉയർച്ച നേടിത്തരുന്ന ഒരു കാര്യം സംഭവ്യമാകുന്ന മാസമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ജോലി സംബന്ധമായിട്ടും അവാർഡ്സ് കാര്യങ്ങൾ, റെക്കഗ്നീഷൻസ് ഒക്കെ ജോലിയിൽ നിന്നും ലഭിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. സൺ കാർഡാണ്. വളരെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയമാണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം, നിങ്ങളെക്കൊണ്ട് പലതും ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾക്ക് പലതിനുള്ള കഴിവുണ്ടെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ഇവിടെ ചില ആളുകൾ, നിങ്ങൾ എല്ലാവരുമല്ല, കുറച്ച് ആളുകളാണെങ്കിൽ കൂടിയും, വളരെ ചുരുക്കം ആളുകളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജോലി മാറുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങൾ ബാങ്കിങ് സെക്ടറിലേക്ക്, ക്യാഷിങ് സെഷനിലേക്ക് പോകുന്നതാവും. അല്ലെങ്കിൽ നിങ്ങളൊരു BCom പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ക്ലറിക്കൽ ഇതായിട്ടുള്ള ജോബിലേക്ക്, അക്കൗണ്ടൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് മാറി ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക്. ചില ആളുകൾ ആസ്ട്രോളജി, ടാരോ അതുപോലത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കൽട്ട് അതുപോലുള്ള ഇതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ അടുക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരുടെ ഉള്ളിൽ ചില സിറ്റുവേഷൻസെക്കുറിച്ച്, ചില കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക ധാരണയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ധരിച്ചു വച്ചിരുന്ന കാര്യങ്ങളല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ. അതങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളുണ്ട്, ചില ധാരണകൾ അല്ലെങ്കിൽ രീതികൾ, അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയാൽ അത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മതപരമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതങ്ങനെയല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് നാണക്കേടാണെന്ന് വിചാരിച്ചിട്ടോ എന്തോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇനി മാറിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് വിചാരിച്ചിട്ടോ എന്തുകൊണ്ടോ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു രീതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ധാരണ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും 4 of Cups എനർജി കണക്ഷൻസ് ആണ്. പൊതുവേ നിങ്ങളുടെ ഉള്ളിൽ പല മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ വേണ്ടുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില പ്രത്യേക ഡോക്ടേഴ്സിനെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലറിലേക്ക് കണ്ടെത്തുന്നുണ്ടാവാം. ആ വ്യക്തി നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അത് ശരിയല്ല, ഈ വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് വിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ മാറ്റുക. ഡോക്ടറും ഒരു വ്യക്തിയാണ്. അപ്പോൾ പുതിയ ഒരു ഡോക്ടറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്.
നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേൾക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇമോഷണൽ, മെൻ്റൽ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.